2019 ലൂസിഫർ എന്ന സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ ആകെ ഒരു ചോദ്യം മനസ്സിലുണ്ടായുള്ളൂ. ഹൂ ഈസ് ഖുറേഷി അബ്രഹാം? എമ്പുരാൻ എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ ഒരു ചോദ്യം തന്നെയാണ് മനസ്സിലാകത്ത് ഇരുന്നത്. സോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ച് വർഷങ്ങൾ കാത്തിരിക്കണം. L3 ദ ബിഗിനിങ്ങിന് വേണ്ടി, ദ ഫൈനൽ കലാശക്കുട്ട്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആക്ടർ ഡയറക്ടറിന്റെ മൂന്നാമത്തെ ഡയറക്ടോറിയൽ വെഞ്ചർ എമ്പുരാൻ. ഹി ഹാസ് അഗെയിൻ പ്രൂവ്ഡ് ദാറ്റ് ഈസ് എ ഫൈനസ്റ്റ് ഡയറക്ടർ ഇൻ ദ കൺട്രി. അത്രയും ഗംഭീരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ. നമ്മൾ ഈ ഒരു 3 മണിക്കൂർ പിടിച്ചിരുത്തി കാണിക്കുന്നത് ഈ ഒരു മനുഷ്യന്റെ ആ ഒരു ഹാർഡ് വർക്കും ആ ഒരു ഓണസ്റ്റി ടു ദ വർക്കാണ്. സോ ഹൗ ഇസ് എംപുരാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂസിഫർ എന്ന സിനിമയുടെ അത്രയും എത്തിയില്ല എന്നാണ് സത്യം. പക്ഷെ നമ്മളെ എന്റർടൈൻ ചെയ്തിരുത്തും, നമ്മളെ എൻഗേജ് ചെയ്തിരുത്തും. പക്ഷെ ലൂസിഫർ എന്ന സിനിമയുടെ അതേ ടെംപ്ലേറ്റും അതേ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ആകെയുള്ള വ്യത്യസ്തത ഇതിലെ ഹ്യൂജ് വൈഡ് ആൻഡ് എക്സ്പെൻസീവ് സ്കെയിൽ ആൻഡ് ക്യാൻവാസിൽ ഷൂട്ട് ചെയ്തതാണ്. ദിസ് വാസ് നെവർ സീൻ ഇൻ മലയാള സിനിമ. ആൻഡ് ഇതിൽ ഹ്യൂജ് ആക്ഷൻ സെറ്റ് പീസസും. സോ ഇതിലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഓരോന്നായിട്ട് തന്നെ പറയാം. ആദ്യത്തെ പോസിറ്റീവ്, മോഹൻലാൽ എന്ന നടൻ. മോഹൻലാൽ എന്ന നടന്റെ സ്ക്രീൻ പ്രസൻസ്, കരിസ്മ, ഡയലോഗ് ഡെലിവറി, ഇറ്റ്സ് ആൻഡ് എവറിത്തിങ് ബെസ്റ്റ് രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നടന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയും ഖുറേഷി അബ്രഹാമായും സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഓരോ നിമിഷവും ആർത്തും ആഘോഷിക്കാനുള്ള നിമിഷമാണ് ആരാധകർക്കും കാഴ്ചക്കാർക്കും കൊടുത്തിരിക്കുന്നത്. ഒരു സിംഹം സ്ക്രീനിൽ വന്ന് എങ്ങനെയിരിക്കും അതേ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ മഞ്ജു വാര്യരുടെ പവർഫുൾ പോർഷൻസ്. ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം മഞ്ജു വാര്യർ നടിക്ക് ലേഡി സൂപ്പർ സ്റ്റാർ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയായിരിക്കും. അത്രയും രസത്തോടെ തന്നെ, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു വാര്യർ നടിയുടെ ഒരു പവർഫുൾ ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് കാണുന്നത്. മഞ്ജു വാര്യർ തകർത്തിട്ടുണ്ട്. ടൊവിനോ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ ആ ഒരു ലിമിറ്റഡ് സ്ക്രീൻ ടൈമിൽ ഷൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ദ്രി സുകുമാരന് ഫസ്റ്റ് പാർട്ടിനേക്കാളും കൂടുതൽ സ്കോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർഫോം ചെയ്യാൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു, നന്ദു, ഫാസിൽ, ജെറോം ഫ്ലിൻ, കാർത്തികിയ ദേവ്, നൈല ഉഷ, നിക്കഡ് ഖാൻ, ഇവരെല്ലാവരും ഇവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സുജിത് വാസുദേവന്റെ വിഷ്വൽസ് വളരെ ഇംപ്രസീവ് ആൻഡ് ഗ്രാൻഡ് ആയിരുന്നു. ആ ഒരു ഗ്രാൻഡ്യൂർ ഫീൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ദീപക് ദേവിന്റെ മ്യൂസിക്, കിടുക്കാച്ച് മ്യൂസിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ഇൻട്രോ മ്യൂസിക്, അത് കഴിഞ്ഞുള്ള കുറെ മൊമെന്റ്സ്, സെക്കൻഡ് ഹാഫിൽ കുറെ എലിവേഷൻ തരുന്ന സീൻസിലൊക്കെ ദീപക് ദേവിന്റെ മ്യൂസിക് വേറെ ലെവല് തന്നെയായിരുന്നു. ഇതിലെ പാട്ടുകളൊന്നും അനാവശ്യമായിട്ട് ഫീൽ ചെയ്തില്ല. ഇതിലെ മോസ്റ്റ്ലി എല്ലാ പാട്ടുകളും ആനന്ദ് എന്നൊരു സിംഗറാണ് പാടിയത്. ആനന്ദിന്റെ കേപ്പബിലിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസസ് വളരെ വെൽ കൊറിയോഗ്രാഫ്ഡ് ആയിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഭയങ്കര വിസൽ വർത്തി ആയിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെരി വെൽ കൊറിയോഗ്രാഫ്ഡ്. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മുരളി ഗോപി എന്ന റൈറ്ററിന്റെ ഒരു പോരായ്മ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. ഒരു ലൂസിഫർ എന്ന സിനിമയുടെ ആ ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റിയും ഒരു ഇമോഷണൽ ഡെപ്ത് ഇവിടെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. മെമ്മറബിൾ മൊമെന്റ്സും ഇവിടെ കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ലൂസിഫറിന്റെ ഒരു മോസ്റ്റ്ലി ഒരു ഷാഡോ ആയിട്ടാണ് തോന്നിയത്. ഫ്രഷ് ആയ മൊമെന്റ്സ് ഒന്നും ഉണ്ടായില്ല. ലൂസിഫർ എന്ന സിനിമയിൽ ഒരു അടിപൊളി വില്ലൻ കഥാപാത്രമാണ് ബോബി, ആസ് പ്ലേഡ് ബൈ വിവേക് ഒബ്രോയ്. അതിനകത്ത് ബോബി എന്ന ക്യാരക്ടറിന് ലിമിറ്റഡ് സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ലിമിറ്റഡ് സ്ക്രീൻ ടൈമിൽ വില്ലൻ ആണെന്ന് അല്ലെങ്കിൽ ഒരു ശോകം ക്യാരക്ടർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായി. ഈ ഒരു സിനിമയിൽ അഭിമന്യു സിംഗ് എന്ന ആക്ടറിനെ വില്ലനായിട്ട് 2020 നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു ടിപ്പിക്കൽ വില്ലനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വെറുതെ ഇടികൊള്ളാൻ വേണ്ടി ലാസ്റ്റ് ഇങ്ങനെ വരും. അത് ഒരു സ്ട്രോങ് വില്ലൻ മിസ്സിംഗ് ആയിരുന്നു. ക്ലൈമാക്സും ഭയങ്കര റഷ്ടായിട്ട് ഫീൽ ചെയ്തു. ഈ സിനിമ ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഫസ്റ്റ് ഹാഫിലൊക്കെ. സോ അവിടെ കുറച്ച് ലാഗ് അടിക്കും. സോ അവിടെയൊക്കെ നിഷാദ് യൂസഫിന്റെ ആസ് എൻ എഡിറ്റർ ഒരു മീഡിയോക്കർ വർക്കാണ് കംപ്ലീറ്റ്ലി ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ലൂസിഫർ എന്ന സിനിമ 3 മണിക്കൂർ എടുത്തായിരുന്നെങ്കിലും ആ ഒരു ഹെവി കണ്ടന്റിലൂടെ പറഞ്ഞ കഥ അത് ഭയങ്കര ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഇവിടെ കണ്ടന്റ് ഇല്ലായ്മയും ഒരു റൈറ്റിംഗും വീക്ക്നെസ് ആയിട്ട് തന്നെ തോന്നിയത്. ഇതിലാകെ കുറച്ച് ചേഞ്ചസ് വരുന്നത് ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറച്ച് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അല്ലാണ്ട് ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിലെ കേരളത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോ പോർഷൻസും പക്കയായിരുന്നു. ആകെ ഈ നെക്സസ് ഈ ഇന്റർനാഷണൽ ലെവലിൽ കാണിക്കുന്ന കുറെ മൊമെന്റ്സ് ആണ് വർക്ക് ആവുന്ന പോലെ തോന്നിയത്. പിന്നെ ഇതിലെ L3 വേണ്ടി കാണിക്കുന്ന ക്ലൈമാക്സിന്റെ ഓരോ മൊമെന്റ്സ് ഒരു ഇമ്പാക്ട് തരാത്ത പോലെയാണ് തോന്നിയത്. L3 കാണാൻ വേണ്ടി, ലൂസിഫർ 3 കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഫാക്ടർ മിസ്സിംഗ് ആയ പോലെ ഫീൽ ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ദിസ് ഇസ് എ സിനിമ ടു ബി സീൻ ഇൻ തിയേറ്റേഴ്സ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഗ്യാരണ്ടീഡ് ആണ്. അത്രയും ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട് ഈ ഒരു ടീം ഈ സിനിമയ്ക്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ഉറപ്പ് തരികയാണ്, തിയേറ്ററിൽ പോയി കാണുക, ആരും ഡിസപ്പോയിന്റഡ് ആവില്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഡു യു ലവ് സ്റ്റീഫൻ നെടുമ്പള്ളി ഓർ അബ്രാം ഖുറേഷി മോർ? ഞാൻ ഉറപ്പായിട്ട് ചൂസ് ചെയ്തത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടർ ആയിരിക്കും. ആ ഒരു ക്യാരക്ടർ പൊന്നു തന്നെയായിരുന്നു. സോ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണുക.